എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേർക്ക് നിശബ്ദത പുലർത്തുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ബുദ്ധിമുട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്ത ഫയല് ഒന്നാമത്തെ ഫയലാണെങ്കിൽ അതേക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത്. തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തത്, നിങ്ങളോട് സംസാരിക്കാൻ പോലും ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുന്നത് എന്താണ്, എന്ത് കാര്യമാണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്? തീർച്ചയായും നിങ്ങളോട് ആ വ്യക്തിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത്, നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എതിർക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നത്. അപൂർവമായ ചില കാര്യങ്ങൾ അവർ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ നേരെയല്ല നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ എതിർക്കുന്നത്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ആക്രമിക്കുകയോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരിക്കലും സ്വീകരിക്കരുത്, ഒരുമിച്ച് പരസ്പരം സ്വീകരിച്ച് മുന്നോട്ട് പോകരുത് എന്നുള്ള ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്. അവർ നിങ്ങളോടത് തുറന്നു പറയുന്നില്ല. ചില ആളുകൾ അവരുടെ ബലഹീനതകൾ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിപ്പിക്കുന്നു. അവർക്ക് നിങ്ങളോട് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരോട് എത്ര നിങ്ങളെക്കുറിച്ച് സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞാലും നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കാൻ ശ്രമിക്കുന്ന ചിലർ അവരോടൊപ്പം കൂടിയിരിക്കുകയാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുസ്വാധീനം ആ വ്യക്തിയിൽ ഉയർത്തിയിട്ടുണ്ട്. ആ ദുസ്വാധീനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളെ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ നല്ല മനസ്സിനെയും നിങ്ങളുടെ നിലപാടുകളെയും നിങ്ങളുടെ നിലപാടുകളുടെ ശുദ്ധിയെയും ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകാനേ കഴിയുന്നില്ല. അത്തരത്തിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു അവർ. ആ അകൽച്ച മൂലം ആ വ്യക്തിക്ക് നിങ്ങളിലേക്കും നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ നേർക്ക് നിശബ്ദത പാലിക്കുന്നത്. ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുമായി നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സറിയാൻ എന്തെല്ലാം മാർഗമുണ്ടോ ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. കാരണം അത്തരം ഭൂതഗണങ്ങളാണ് ആ വ്യക്തിയെ ഇപ്പോൾ ഉപദേശിക്കുന്നത്. സമയം ഒട്ടും കളയേണ്ട, വൈകിയിട്ടില്ല. ആ വ്യക്തിയുമായി മനസ്സ് തുറന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്ന വിധത്തിൽ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലോ തീർച്ചയായും ഇടപെടേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ്. ആ വ്യക്തി നിങ്ങളോടൊന്നും പറയുന്നില്ല. നിങ്ങളെത്ര ആ വ്യക്തിയോട് മനസ്സ് തുറക്കാൻ പറഞ്ഞാലും, എത്ര കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറഞ്ഞാലും ആ വ്യക്തി നിസ്സംഗതയോടെ പിന്നോട്ട് പോവുകയാണ്. ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ആ വ്യക്തി ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം തെറ്റിദ്ധാരണജനകമായിട്ട് വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രവൃത്തി, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നൊരു വാക്ക്, അത് ആ വ്യക്തിയെ വളരെ ആഴത്തിൽ വിഷമിപ്പിച്ചിരിക്കുന്നു. നിങ്ങളത് ബോധപൂർവം പറഞ്ഞതല്ല, നിങ്ങൾക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അനാവശ്യമായി മറ്റു ചിലർക്കൊക്കെ വേണ്ടി നിങ്ങൾ സംസാരിച്ചതാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ആ വേദന നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ വ്യക്തിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ ചിന്തകൾ പോകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിക്കത് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക്
ആ പ്രവൃത്തി, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രവൃത്തി, അതുമൂലമുണ്ടായ ആ വേദന അതൊട്ടും മറക്കാൻ കഴിയുന്നില്ല. ഒട്ടും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. മനസ്സിൽ നിന്ന് പോകുവാനായി ഒരുപാട് കഷ്ടപ്പാടുകൾ ആ വ്യക്തി അനുഭവിച്ച്, ഒരുപാട് കഷ്ടപ്പാടുകൾ ആ വ്യക്തി കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ ഹൃദയവേദന, അതുണ്ടാക്കിയ ആ ഹൃദയവേദന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ വേണം അതെല്ലാം തുറന്ന് സംസാരിക്കാൻ. നിങ്ങൾക്ക് മാത്രമേ അത് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മൂലം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലൊന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ മനസ്സിൽ വന്ന തെറ്റിദ്ധാരണ, മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണ, അത് ഇപ്പോൾ മാറ്റാൻ കഴിയാത്തത്ര ഒരു സങ്കീർണത വന്നിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇടപെടണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം അതിനെക്കുറിച്ച് തുറന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയതിൻ്റെ ആകാം. ആ വ്യക്തിയുടെ പ്രത്യേക സാഹചര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കാതെ പോയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തെറ്റല്ല. ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം. ഏതായാലും തുറന്ന് സംസാരം ഈ ഘട്ടത്തിലും ആവശ്യമാണ്. അത് കൂടിയേ തീരൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.